ഹലോ. ഇപ്പോൾ നമ്മളെ നൈനു സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൂകാംബിക വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ മുരുടേശ്വരത്തേക്ക് പോവാണ്. നമ്മൾ മൂകാംബികയിലേക്ക് പോകുന്ന ആ മെയിൻ കവാടമാണ് കാണുന്നത്. എന്നോട് ടാറ്റ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 10-11 മണിക്കുള്ളിൽ നമ്മൾ അവിടെ എത്തി കേട്ടോ. നല്ല ചൂടും നല്ല വെയിലും ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ വെച്ച് അവിടെ നടന്നു. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു രഥത്തിൻ്റെ ഒരു രൂപമുണ്ട്. ഇതാണ് ശിവൻ്റെ പ്രതിമ. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ശനീശ്വരൻ്റെ ഒരു ക്ഷേത്രം കാണാം. ആ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടാണ് നമ്മൾ മേലോട്ട് കയറിപ്പോയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എത്തുന്നത് ഇങ്ങനൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ ചെറിയൊരു ക്ഷേത്രമുണ്ട്. എന്തെങ്കിലും വഴിപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നടത്താം. നമുക്കൊരു മ്യൂസിയം കണ്ടിട്ട് വന്നാലോ? ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ശിവപ്രതിമയുടെ താഴെയായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റാണ്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതാട്ടോ മ്യൂസിയം. ഇതിനകത്താണ് മ്യൂസിയം വരുന്നത്. ഇതിനകത്ത് മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമാണ് കാണാൻ പറ്റുന്നത്. പണ്ട് രാവണൻ അമരത്വം ലഭിക്കുന്നതിന് വേണ്ടി പരമശിവൻ്റെ തപസ് ചെയ്യുകയും തപസ്സിൽ സപ്രീതനായ ശിവൻ രാവണന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഒരു ജ്യോതിർലിംഗം കൊടുക്കുകയും ചെയ്തു. മറ്റെങ്ങും വെക്കാതെ ഇത് നേരെ പോയി ലങ്കയിൽ പ്രതിഷ്ഠിക്കണമെന്നും മറ്റെവിടെയെങ്കിലും വെച്ചാൽ അത് അവിടെ പ്രതിഷ്ഠിക്കപ്പെടും എന്നും പറഞ്ഞിരുന്നു. ഇതറിഞ്ഞ ദേവന്മാർ ഗണപതി ഭഗവാനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും ഭഗവാൻ ഒരു ബാലൻ്റെ രൂപത്തിൽ രാവണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. രാവണൻ തൻ്റെ സായാഹ്ന പ്രാർത്ഥനകൾ ചെയ്യുന്ന സമയത്ത് ഈ ജ്യോതിർലിംഗം ഈ ബാലൻ്റെ കയ്യിൽ കൊടുക്കുകയും ആ ബാലൻ അത് നിലത്ത് വയ്ക്കുകയും ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞെത്തിയ രാവണൻ ഈ വിഗ്രഹം അവിടെ നിന്ന് എടുക്കാനേ കഴിഞ്ഞില്ല. കോപിഷ്ഠനായ രാവണൻ ഈ ശിവലിംഗം കഷ്ണങ്ങളാക്കി പല ഭാഗങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു എന്നും അതിലൊരു ഭാഗം വീണ സ്ഥലമാണ് മുരുടേശ്വരം എന്നുമാണ് ഐതിഹ്യം. പിന്നെ നമ്മൾ ഇതൊക്കെ കണ്ടിറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് താഴത്തെ മെയിൻ മുരുടേശ്വര ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ നമ്മൾ ഗോപുരത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. മുരുടേശ്വരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ഗോപുരമാണല്ലേ. 20 നില കെട്ടിടമാണ്. നമുക്ക് 18ാം നില വരെ നമുക്ക് പോവാം. ലിഫ്റ്റ് ഉണ്ട്. നമുക്ക് ഏതായാലും തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ചെരുപ്പ് അവിടെ സൈഡിൽ അഴിച്ചു വെക്കണം. അതിനിടയിൽ ഈ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരും കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഗോപുരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ടാവും ഇവിടെ. നമ്മൾ ക്ഷേത്രത്തിൽ കയറുന്ന സമയത്ത് ചെരുപ്പ് അവിടെ അഴിച്ചു വെക്കണം. അതിന് ചെറിയൊരു പൈസ അവർ ഈടാക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. ഈ ഗോപുരത്തിൻ്റെ അകത്തേ കൂടിയാണ് കേട്ടോ നമുക്കിനി പോകേണ്ടത്. ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ നട തുറക്കുന്നത് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരിക്കും. പിന്നെ വൈകുന്നേരം 3 മണി മുതൽ 8 മണി വരെയാണ്. 1 മണി മുതൽ 3 മണി വരെയുള്ള ടൈമിൽ നമുക്ക് ക്ഷേത്രത്തിലോ ഈ ക്ഷേത്ര ഗോപുരത്തിലോ കയറാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇനി വരുന്നവരുണ്ടെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരാൻ നോക്കുക.
നമ്മൾ അകത്ത് കയറി തൊഴുതില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് തൊഴുതിട്ട് നേരെ വന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇന്ന് അന്നദാനം ഉണ്ടെന്ന്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാം കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ അന്നദാനം. നമ്മൾ കയറുമ്പോൾ തന്നെ ടേബിളിൽ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ആ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം അവർ തന്നെ കൊണ്ടുതരും. പിന്നെ പാത്രം കഴുകി കഴിഞ്ഞാൽ അവർ കൊണ്ടുവരുന്ന പാത്രത്തിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും വേണം. പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇതുപോലെ നമുക്ക് കൊണ്ടുതരും കേട്ടോ. ഇവർ കൊണ്ടുപോകുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് വെള്ളം എടുക്കണം. എന്നെപ്പോലെ ആർക്കെങ്കിലും വെള്ളം എടുക്കാൻ മിസ്സായാൽ ഇതുപോലെ ആരോടെങ്കിലും വെള്ളം എടുക്കാൻ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് ഓരോ കറികളായിട്ട് നമുക്ക് കൊണ്ടുതരും കേട്ടോ. ആദ്യം നമുക്ക് വന്നത് പായസമാണ്. അത് കഴിഞ്ഞിട്ട് കറിയാണ്. ഒരു വൻപയർ കറി, ചേന, അതെല്ലാം മിക്സായിട്ടുള്ള ഒരു കറി, ചോറ്, പിന്നെ മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാറോ രസമോ അത് എന്താണെന്നറിയില്ല, അതുപോലത്തെ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നടയടച്ചു. നമ്മൾ വൈകുന്നേരം വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട്, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെരുപ്പെടുക്കാൻ പോയി. ചെരുപ്പെടുത്തിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കറങ്ങി. ചേർന്നതിട്ടാ അതിനിടയിൽ അലവടിൻ്റെ പരിചയക്കാരെയും കണ്ടു കേട്ടോ. ആ കുഞ്ഞിനെ കണ്ടിട്ട് കണ്ടാണ് അതിന് ഓടിപ്പോന്നെ. ആ കുഞ്ഞോട് മിണ്ടാൻ വേണ്ടിയിട്ട് ഉണ്ടെന്നില്ലേ വേറെ ചോദിച്ചു. അതിന് ഷെയ്ക്കാൻ്റെ കൊടുക്ക്. ഷെയ്ക്കാൻ്റെ കൊടുത്തേ. ഒന്ന് മിണ്ടിയിട്ട് ഒരു 3 മണിയൊക്കെ ആയിട്ടാകുമ്പോൾ നട തുറന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഗോപുരത്തിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ് വരുന്നത്. പിന്നെ എല്ലായിടത്തും ഈ ആറൻ ഷെട്ടി എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ലിഫ്റ്റിൽ കണ്ടു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെയും കണ്ടു. ഞാൻ വിചാരിച്ച് ആരാ ഈ ആറൻ ഷെട്ടി. ശരിക്കും പറഞ്ഞാൽ ആറൻ ഷെട്ടി എന്ന് പറയുന്നത് ഒരു വ്യവസായിയാണ്. ഈ മുരുടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ആറൻ ഷെട്ടി, അതായത് രാമനാഗപ്പ ഷെട്ടി എന്ന വ്യവസായിയുടെ സ്ഥലത്താണ്. അതാണ് ഈ ആറൻ ഷെട്ടി എന്ന് പറയുന്നത്. ഇത് 20 നില കെട്ടിടമാണ് കേട്ടോ. നമുക്ക് 17ാം നില വരെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഈ ഗോപുരം പണിഞ്ഞത് 2008 കേട്ടോ. വലിയ പഴക്കമൊന്നുമില്ല. ഇതിനകത്ത് വിഗ്രഹങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. ആദ്യമായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് എന്താ ക്ഷേത്രമാണോ അതോ ശിവൻ്റെ വിഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഒരു സംഭവമില്ല. നമുക്ക് ഏറ്റവും മുകളിൽ കയറി കൃത്യമായി ശിവൻ്റെ പ്രതിമയും ബാക്കിയുള്ള ഗോപുരത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും അതിസുന്ദരമായി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോപുരത്തിൻ്റെ മേലെ കയറുന്നത്. ഇവിടെ എന്തിയാണല്ലേ ബീച്ച്. ഏത് സൈഡ് നോക്കിയാലും നല്ല വ്യൂ ആട്ടോ. നമ്മൾ ഈ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ സൈഡ് ഏത് വെച്ചാൽ
ബീച്ചാണ്. എല്ലാവരും കുഞ്ഞു കുഞ്ഞായിട്ട് കാണുന്നു. ബോട്ടിങ് ചെയ്യുന്നുണ്ട്, തോണി കാണുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്, സൂപ്പറായിട്ടുണ്ട്. നമ്മളങ്ങനെ ഗോപുരത്തു നിന്ന് ഇറങ്ങിയിട്ട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കടകളിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. നൈനൂന് എന്തെങ്കിലും വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. നമ്മൾ മൂകാംബികയിൽ നിന്ന് നൈനൂന് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. ഇവിടെ ചിലയിടങ്ങളിൽ ബാർഗെയിൻ ചെയ്താൽ നല്ലോണം വില കുറച്ച് തരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വാച്ച് നോക്കി, പക്ഷേ വാങ്ങിച്ചില്ല കേട്ടോ. ഇവിടുന്ന് നൈനൂനൊരു വാച്ച് വാങ്ങിച്ച്, ലൈറ്റൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ കുറേ ഫുഡ് കോർട്ട് കാണുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നമ്മളിതൊന്നും കഴിക്കാൻ നിന്നില്ല, നേരെ ബീച്ചിലോട്ട് വിട്ടു. നമ്മളിവിടുന്ന് JCB വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നൈനൂൻ്റെ കയ്യിൽ ഇത് എടുത്തിട്ടാണ് ബീച്ചിലോട്ട് പോകുന്നത്. വെള്ളവും കടലും എല്ലാം നൈനൂന് പേടി. ആ പേടിയിലെ നൈനുവാണ് ഈ പോകുന്നത്. മൂകാംബികയിൽ നിന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങാത്ത നൈനുവാണ് ഇപ്പം നമുക്ക്. എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, സ്പീഡ് ബോട്ട്, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ സ്പീഡ് ബോട്ടിൽ പോകാമെന്ന് കേട്ടോ തീരുമാനിച്ചത്. കാരണം നമ്മൾ ഒരുപാട് പേരുണ്ടല്ലോ, അതുകൊണ്ട് സ്പീഡ് ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരാൾക്ക് 600 രൂപയാണ്. വെറുത്താണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, കാരണം ഇത് കുറച്ച് ദൂരേ പോകുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കടയിലെ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതിൻ്റേതായ ഒരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും കൂടി ഇല്ലേ, എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ജാക്കറ്റ് എല്ലാം ഇട്ട് റെഡിയായി. അച്ഛനമ്മയും വന്നിട്ടില്ല, നമ്മൾ ഇത്ര ആളെ ഇല്ലു കേട്ടോ. നൈനൂനെ കാണാണ്ടാണ് നമ്മൾ വന്നത്. ഈ പതുക്കെ പോകുമ്പോഴുള്ള വീഡിയോ ഇല്ല കേട്ടോ എൻ്റെ ഫോണിൽ. ബാക്കിയൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല, ഫുള്ള് ഷേക്കിംഗ് ആയിരുന്നു. വെള്ളം ഫുള്ള് കയറി നമ്മുടെ ബോട്ടിലേക്ക്, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. വീഡിയോ എടുത്തില്ലെങ്കിൽ ഞാനും എൻ്റെ ഫോൺ താഴേക്ക് വീണേ. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ, തിരിച്ചു പോകുമ്പോഴുള്ള വീഡിയോ ആണ്. എത്തിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി കേട്ടോ. ഫുള്ള് നനഞ്ഞ്. അങ്ങനെ നൈനു നമ്മൾ തിരിച്ചു വരുന്ന കണ്ടിട്ട് വന്ന് കയറി, നിർത്തിയിട്ടാകുമ്പോൾ വന്ന് കയറി. പോണെന്നാ പറയുന്നത്. അതില് പോയി വന്നു നമ്മ. നൈനു വാ, മതി വാ.
ആഘോഷം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, ബൈ.